ഒരു 30 ലക്ഷം രൂപ ലാൻഡും കൂടെ കൂട്ടി നമുക്ക് പണിയാൻ പറ്റുമോ? ഈ 3 പേരുടെയും കൂടെ ഒരു കൂട്ടായ പരിശ്രമം ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കത് കുറേ കാലങ്ങളായിട്ട് മോഡേൺ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അത് ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും യൂട്യൂബിലും ഒക്കെ പുതിയ മോഡേൺ കൺസ്ട്രക്ഷൻസും പുതിയ രീതികളും എല്ലാം കണ്ടിട്ട് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പല കൺസ്ട്രക്ഷൻ മെത്തേഡുകളും ആൾക്കാർ കണ്ടിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. അവർ നമ്മളോട് ചോദിക്കാറുണ്ട്, 20 ലക്ഷം രൂപയെ ബജറ്റിൽ ഒരു വീട് തന്നെ പണിയാവോ, അല്ലെങ്കിൽ ഒരു 30 ലക്ഷം രൂപ ലാൻഡും കൂടെ കൂട്ടി നമുക്ക് പണിയാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. കാരണം ഇപ്പം ഒത്തിരി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ അല്ലേ, അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. പലപ്പോഴും എനിക്കും പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, വ്യക്തമായൊരു പ്ലാനിങ്ങും അതുപോലെ തന്നെ വ്യക്തമായ രീതിയിലുള്ള എസ്റ്റിമേറ്റും അതനുസരിച്ചുള്ള കൃത്യമായ രീതിയിലുള്ള വർക്കുകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതിലേക്ക് റീച്ച് ചെയ്യാൻ ഒരു 95% മേലെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഈ പ്ലാനിങ്ങിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്ന അപാകതകൾ പലപ്പോഴും നമ്മൾ അതിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റാതെയും പോകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്ഥലം എടുക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പർച്ചേസ് വാല്യൂ ഒരു പരിധിക്കുള്ളിൽ കൂടാതിരിക്കുക. അതുപോലെ തന്നെ ഒരു അനാവശ്യമായിട്ട് ഒത്തിരി വലിയ രീതിയിലുള്ള ഫൗണ്ടേഷൻ, കോസ്റ്റ് കൂടുന്ന ഫൗണ്ടേഷൻ വരുന്ന രീതിയിലുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ബിൽഡിങ്ങിൽ ലാഭം വരുന്നു, ലാൻഡ് പർച്ചേസ് ലാഭം വരുന്നു. അതുപോലെ തന്നെ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ സൈറ്റ് സെറ്റപ്പ്, നമ്മൾ ഓരോ വർക്കുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് റീറ്റേണിംഗ് വാൾ ചെയ്യുന്നു, ബിൽഡിംഗ് പണിയുന്നതിന് മുന്നേ റീറ്റേണിംഗ് വാൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ഥലം പ്ലെയിനായിട്ട് കിടക്കുന്നതുകൊണ്ട് ലോഡ് ചെയ്യാൻ പറ്റുന്നു, അപ്പോൾ അവിടുത്തെ കോസ്റ്റ് കുറയുന്നു. ആ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച്. അതുപോലെ തന്നെ നമ്മുടെ എസ്റ്റിമേറ്റിൽ നമ്മൾ കൃത്യമായ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നമ്മളതിനകത്ത് കാണിച്ച് അതനുസരിച്ച് മാത്രം വർക്ക് മുന്നോട്ട് പോകുക. അതായത് എസ്റ്റിമേറ്റിന് അപ്പുറത്തേക്കുള്ള ഒരു പർച്ചേസുകൾ വരാതിരിക്കുക. അതുപോലെ വർക്കുകൾ വോളിയം കൃത്യമായ രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായ രീതിയിൽ ലേബർ ചാർജ് ഒരു പരിധിക്കുള്ള അപ്പുറത്തേക്ക് പോകാതെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്ത് പോവുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ പറയുന്നത് പോലെ തന്നെ ക്വാളിറ്റി നശിപ്പിക്കാതെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബിൽഡിംഗ്, ഒരു 1000 സ്ക്വയർ ഫീറ്റിനൊക്കെ ബിൽഡിങ്ങുകൾ ഈ പറഞ്ഞ ഒരു ബജറ്റിൽ നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷേ അതിനകത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിനീയർ ഒരു സമർത്ഥനായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന കോൺട്രാക്ടർ ഇതിനോട് സഹകരിക്കണം. അതിനപ്പുറത്തേക്ക് എല്ലാം തന്നെ ഈ എസ്റ്റിമേറ്റിനെ ഫോളോ ചെയ്യുവാനായിട്ട് ടൈമിംഗ് ആയിട്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ കൃത്യനിഷ്ഠയോടെ പോകാൻ ക്ലയൻറ്റും സഹകരിച്ച് ഈ 3 പേരുടെയും കൂടെ ഒരു കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു.